നമ്മൾ സഡൻ ബ്രേക്കിനെ കുറിച്ചാണ് പറയുന്നത്. സഡൻ ബ്രേക്ക് എന്താണെന്ന് അറിയാമോ? സഡൻ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം പെട്ടെന്ന് നിർത്തുന്നതിനാണ് സഡൻ ബ്രേക്ക് എന്ന് പറയുന്നത്. ഈ സഡൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ പോരാ, ബ്രേക്കും ക്ലച്ചും കൂടി ഒപ്പം ചവിട്ടണം. ഒന്ന് ചവിട്ടി രണ്ടും കൂടി ഒപ്പം ചവിട്ട് രണ്ടും കൂടി. ഈ സമയത്ത് സഡൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി പെട്ടെന്ന് നിൽക്കും. ആ സമയത്ത് നമുക്ക് മിറർ നോക്കാനോ സിഗ്നൽ കൊടുക്കാനോ സാധിക്കില്ല. സാധാരണ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ എന്താ ചെയ്യണത്? മിറർ നോക്കി സിഗ്നൽ കൊടുത്തല്ലേ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ചവിട്ടുമ്പോൾ ഇതിനൊന്നും സാധിക്കില്ല, സമയം കിട്ടൂല. അപ്പോൾ പെട്ടെന്ന് ചവിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റിയറിങ്ങിൽ മുറുക്കി പിടിക്കണം. സ്റ്റിയറിങ്ങിൽ മുറുക്കി പിടിക്കണം. കാരണം പെട്ടെന്ന് ചവിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ വീലുകളുടെ കറക്കം നിന്ന് പോകും. ചിലപ്പോൾ 4 വീലിൽ ഒപ്പം ഒരിക്കില്ല ബ്രേക്കിംഗ് ഫോഴ്സ് കിട്ടുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീലിൽ കൂടുതൽ പിടിച്ചാൽ ആ സൈഡ് ലോക്കായി പോകും. അപ്പോൾ നമ്മൾ വണ്ടി സൈഡ് മാറാൻ, അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ സ്റ്റിയറിങ്ങിൽ മുറുക്കി പിടിക്കണം. അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യമാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ചവിട്ടുമ്പോൾ മുന്നിലൊന്ന് അപകടം ഒഴിവാക്കാനായിട്ട് വെട്ടിത്തിരിക്കേണ്ടിയും വരും. അപ്പോൾ പെട്ടെന്ന് സ്റ്റിയറിങ് തിരിക്കാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധയോടെ ഓടിച്ചു പോവുകയാണെങ്കിൽ സഡൻ ബ്രേക്കിൽ നിന്ന് നമുക്ക് മാറ്റി പോകാൻ പറ്റും, സഡൻ ബ്രേക്ക് ഒഴിവാക്കി പോകാൻ പറ്റും. മനസ്സിലായോ? അതേപോലെ തന്നെ സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച്, ഇപ്പോൾ വിഴുക്കലുള്ള റോഡ്, അപ്പോൾ അതൊരു കാറിൻ്റെ ഒരു പടം കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സിക്സാഗ് പോലെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സിഗ്നൽ കണ്ടാൽ അവിടെ തെന്നി റോഡിൽ വാഹനം ബ്രേക്ക് ചെയ്താൽ തെന്നാൻ സാധ്യതയുണ്ട്, സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? സഡൻ ബ്രേക്ക് ചവിട്ടുന്നത് ഒഴിവാകാനായിട്ട് മുൻകൂട്ടി തീരുമാനങ്ങളെടുത്ത് അകലം പാലിച്ച് ഓടിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ സഡൻ ബ്രേക്ക് മനസ്സിലായില്ല എന്താണെന്ന്? പെട്ടെന്ന് വാഹനം നിർത്തുന്നതിനെയാണ് സഡൻ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായില്ല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സഡൻ ബ്രേക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. താങ്ക് യു.